In the video, I will പരിചയപ്പെടുത്താൻ Bluetooth speaker ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ മൊബൈലിൽ Bluetooth ഓൺ ആക്കിയിട്ട് ഇതിൽ പാട്ട് പാടിപ്പിക്കുന്ന ഒരു പാട്ട് പറ്റിയെന്ന് വേണം പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കി എടുത്തത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇപ്പോൾ വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ അത് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് IRF Z44N പറഞ്ഞ ഒരു മോസ്ഫെറ്റ്. പിന്നെ വേണ്ടത് 220 UF കപ്പാസിറ്റർ വേണം. അതും 25 വോൾട്ടിന് വർക്ക് ചെയ്യണ 220 UF 2 തരം കപ്പാസിറ്റർ. മോസ്ഫെറ്റ് 2 വേണം. മോസ്ഫെറ്റിന്റെ ഒന്നാമത്തെ ലീഡ് ഗേറ്റ്, രണ്ടാമത്തെ ഡ്രെയിന്, മൂന്നാമത്തെ സോഴ്സ്, പിന്നെ 22 ക്യാൻ്റെ 2 റെസിസ്റ്റർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണക്ഷൻ ചെയ്ത രൂപം മോസ്ഫെറ്റിന്റെ തുടക്കത്തിലെ ഗേറ്റിലേക്കും ഡ്രെയിനിലേക്കുമാണ് ഈ 22 ക്യാൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ 2 മോസ്ഫെറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 220 UF കപ്പാസിറ്റർ ഇല്ലേ, ഈ 2 മോസ്ഫെറ്റിന്റെയും ഗേറ്റിലോട്ടാണ് ഇപ്പോൾ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ കണക്ഷൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു യെല്ലോ വയർ എടുത്തിട്ട് 2 മോസ്ഫെറ്റിന്റെയും സോഴ്സിലോട്ട് കണക്ട് ചെയ്തു. പിന്നെ ഓക്സ് എടുക്കുക. പിന്നെ ഓക്സിന്റെ 2 റെഡ് വയർ, അതായത് ലെഫ്റ്റും റൈറ്റും നമ്മൾ എന്താക്കി UF കപ്പാസിറ്ററിന്റെ ബ്ലാക്ക് ഭാഗത്തേക്ക് 2ന്റെയും കണക്ട് ചെയ്തു. ബ്ലാക്ക് എന്ന് ഉദ്ദേശിച്ചത് കപ്പാസിറ്ററിന്റെ ഒരു സൈഡിൽ ബ്ലാക്ക് കാണാം, ആ ഭാഗത്താണ് നമ്മൾ ഇത് കണക്ട് ചെയ്തത്. പിന്നെ ഓക്സിന്റെ സെന്റർ വയർ നമ്മൾ എന്താക്കി ഒരു മോസ്ഫെറ്റിന്റെ ആദ്യത്തെ മോസ്ഫെറ്റിന്റെ സോഴ്സിലോട്ട് കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. സ്പീക്കറിന്റെ 2 സ്പീക്കറിൽ നിന്നും ഓരോ വയറായിട്ട്, അതായത് ഇപ്പൊ ഒരു സ്പീക്കറിന് 2 വയർ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ മറ്റേ സ്പീക്കറിന് 2 വയർ ഉണ്ടാവുമല്ലോ. അതിൽ ഒരു സ്പീക്കറിന്റെ ഒരു വയർ എടുക്കുക, മറ്റേ സ്പീക്കറിന്റെ ഒരു വയർ എടുക്കുക, എന്നിട്ട് നമ്മൾ എന്താക്കുക കൂട്ടി പിരിച്ചു കൊടുക്കുക. ഈ ഒരു പിക്ചർ കാണുന്നത് പോലെ. ബാലൻസ് ബാക്കി 2 വയർ ഉണ്ടാവും. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ബാക്കി നമ്മളെ സ്പീക്കറിൽ നിന്ന് വരുന്ന ആ 2 വയറില്ലേ, അതെന്താക്കുക ഈ മോസ്ഫെറ്റിന്റെ സെൻട്രൽ ലീഡായ ഡ്രെയിനിൽ അതിലോട്ട് കണക്ട് ചെയ്യുക. ഈ പിക്ചറിൽ കാണുന്നത് പോലെ അത് രണ്ടും അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളൊരു USB കേബിൾ എടുത്തിട്ടുണ്ട്. അതിന്റെ തലഭാഗം കട്ട് ചെയ്യുക. അതിൽ റെഡ് വയറും ബ്ലാക്ക് വയറും നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി ആവശ്യമില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് സ്പീക്കറിന്റെ 2 വയറില്ലേ നമ്മൾ കൂട്ടി പിരിച്ചു വെച്ച അതിലോട്ട് എന്താക്കുക ഈ USBന്റെ റെഡ് വയർ കണക്ട് ചെയ്യുക. ഇപ്പം ഞാൻ അവിടെ റൗണ്ട് ഇട്ട ഒരു ഭാഗമല്ലേ, അവിടെ ഒരു നിങ്ങൾക്കൊരു ബ്ലാക്ക് വയർ കാണാം. അതാണ് നമ്മളെ USBന്റെ ബ്ലാക്ക് വയർ. അത് നമ്മൾ എന്താക്കി ആദ്യത്തെ മോസ്ഫെറ്റിന്റെ സോഴ്സിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഫോട്ടോത്തിൽ കാണിക്കുന്നത് പോലെ. ഓക്കെ ഇപ്പൊ ഇതിന്റെ കണക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ USB ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു USBന്റെ കേബിളും, പിന്നെ അതുപോലെ തന്നെ USB ഫീമെയിൽ പോർട്ടും ഉണ്ട്, പിന്നെ ഒരു ബ്ലൂടൂത്തിന്റെ റിസീവറും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതെന്താക്കി ഇതുപോലെ കണക്ട് ചെയ്ത് ഫീമെയിൽ പോർട്ടുമേൽ നേരെ എന്താക്കി USB വയർ കണക്ട് ചെയ്തു. എന്നിട്ട് എന്താക്കി ബ്ലൂടൂത്ത് റിസീവർ നമ്മൾ കുത്തി കൊടുത്തു. ഓക്കെ, ഈ ബ്ലൂടൂത്ത് റിസീവർ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് പോയാൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ഇട്ടിരുന്നു, അത് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ സ്റ്റീരിയോയിൽ ഇത് പെൻഡ്രൈവ് കുത്തുന്ന സ്ഥലത്ത് കുത്തുക, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഓക്സ് വയർ കുത്തുക, എന്നിട്ട് സ്റ്റീരിയോയിലുള്ള ഓക്സിലോട്ട് ഈ ഓക്സിൻ്റെ മറ്റേ തലഭാഗം കണക്ട് ചെയ്യുക, എന്നിട്ട് മൊബൈലുമായി കണക്ട് ചെയ്തിട്ട് ഇത് ഓക്സ് വഴി പാട്ട് പാടിപ്പിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ സ്പീക്കറിൻ്റെ USB വയറും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് റിസീവറിൻ്റെ USB വയറും പവർ ബാങ്കിൽ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ഈ ഒരു ഓക്സ് ഇല്ലേ, ഈ ഒരു ചോപ്പ്, അത് നമ്മൾ ആ ഒരു റിസീവറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് BT അറിഞ്ഞിട്ട് കാണാൻ നിങ്ങൾക്ക്. അത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊബൈലിൽ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കണം. ഓക്കെ, ഇനി ഞാൻ പാട്ടിടാൻ പോകാട്ടോ. കൺട്രോൾ ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ പോരാ, നമ്മളൊരു ബോക്സൊക്കെ സെറ്റാക്കാൻ പോവാണ് PVC പൈപ്പ് വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കണ്ടേ, അപ്പോൾ അതിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് 4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ്. അപ്പോൾ ഇനി ഇതെന്താക്കണം, നമ്മൾ സെലോ ടാപ്പ് ചുറ്റിയിട്ട് ബ്ലാക്ക് കളറാക്കണം, ഫുള്ള് സെറ്റാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ റിസീവർ എടുത്തിട്ട് എന്താക്കുക, ഒരു മാർക്കർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ നമ്മൾ കീറി കൊടുക്കണം. ഇതുപോലെ
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് എന്തിനാ ഹോൾട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ റിസീവർ ഇതുപോലെ ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ ഇത് നിൽക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സാധനം പഴയ എൻ്റെ അടുത്തൊരു സ്പീക്കർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്താണ് നമ്മൾ സ്പീക്കറൊക്കെ ടൈറ്റാക്കി അവിടെ വെച്ച് ഫുള്ള് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ എന്താക്കി ഇതിൽ നിന്ന് പൊട്ടിച്ച് എടുത്തൊരു സംഭവമാണ്. എന്തിനാ വെച്ചാൽ സ്പീക്കർ അതിൽ ഫിറ്റാക്കി വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ രണ്ടെണ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ അടിയിലും വെച്ച് അതുപോലത്തെ ഒന്ന് മറ്റേ സൈഡിലും വെച്ച്. കണ്ടോ, അപ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ സ്പീക്കർ ഫുള്ള് സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ, അങ്ങനെ വെക്കാനുള്ളതാട്ടോ. അപ്പോൾ ഞാനത് ഊരാണ്. എന്തിനാ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫിറ്റാക്കാനുള്ളതാട്ടോ, അതിന് ഓർമ്മ വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ പുറത്തൊക്കെ കാണാൻ ഒരു നെറ്റ്, അതുപോലത്തെ ഒരു നെറ്റാണ്. അപ്പോൾ ഇത് പഴയ സ്പീക്കറിൽ നിന്ന് പറിച്ചെടുത്താണെന്നുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ സെറ്റാക്കാനുള്ളതാണ്, അവിടെ സെറ്റാക്കി ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അപ്പുറത്തെ തലയും ഇപ്പുറത്തെ തലയും ഇതേമാതിരി മറിച്ച് വെക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് സെലോ ടാപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളിട്ട് കവർ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു PVC പൈപ്പ്. അതിന് മുമ്പ് നമ്മൾ എന്താക്കുക, നമ്മളെ ഈ സെറ്റപ്പ് ചെയ്ത ശീലം ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടും അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ റിസീവറൊക്കെ അതൊക്കെ ഫുള്ള് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്നാണ് അതിൻ്റെ കണക്ഷന്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റാക്കുകയാണ്. പിന്നെ ഈ വയറൊക്കെ നമ്മൾ ഈ ഒരു ബാക്കിൽ ഹോൾ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഈ ഒരു രൂപത്തിലാക്കി ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. രണ്ട് ഭാഗവും ബാക്കിൽ 2 ഹോൾ ഇട്ട് വയർ പുറത്തേക്ക് കൊണ്ടുവന്നു ഫ്രണ്ട്സ്. ഇപ്പോൾ അത് ഫുള്ള് സെറ്റാക്കി നമ്മൾ ഒട്ടിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ 3 ഹോൾ ഇട്ടിട്ടുണ്ട്, അതായത് സ്പീക്കറിൻ്റെ എയർ പോകാനാണ്. അതുപോലെ തന്നെ ബാക്കിൽ 2 വയർ വെച്ചിട്ടുണ്ട്, വയറൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് കളിക്കുന്നതാണ്. അപ്പോൾ അത് ഉരുണ്ട് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്താക്കുകയാണ്, ഇങ്ങനെ 4 ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാണ്. അതിനായിട്ട് നമ്മൾ 2 ഡബിൾ ടാപ്പ് 2 അല്ല 3 എടുത്തിട്ടുണ്ട്. അത് അതിനിപ്പോൾ 1 എടുക്കണുള്ളൂ. ഓക്കെ, ഡബിൾ ടാപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെന്താക്കുക, ഡബിൾ ടാപ്പ് ഇട്ട് ഇത് ഒട്ടിക്കുകയാണ്. 4 ഭാഗത്തും ഡബിൾ ടാപ്പ് വെച്ചിട്ട് 4 ഇതുപോലെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ 4 സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 1 അവിടെ വെച്ച് അതുപോലെ തന്നെ ഇപ്പോൾ 2 ആയി. ഇനി 2 വെച്ചിട്ട് നിൽക്കുന്നുണ്ടാകുന്ന ആദ്യം നോക്കണം. ഇല്ല, അപ്പോൾ അത് 2 വെച്ചിട്ട് നിൽക്കണില്ല. അപ്പോൾ ഒന്ന് 2 കൂടി ഇനിയും വേണ്ടി വരും. അപ്പോൾ 4 വെച്ചാൽ കണ്ടോ, അപ്പോൾ 4 കാല് മാതിരി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നിൽക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, സെറ്റായി ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ ട്രൈപോഡിൻ്റെ ഒരു ക്ലിപ്പാണ്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഹോൾഡർ ക്ലിപ്പാണ്. അതായത് ഇതുപോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഒക്കെ വെച്ച് ടൈറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഫുള്ള് കണക്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ കണക്ട് ചെയ്ത് മുമ്പ് കാണിച്ചത് ഒന്നും കൂടി നമുക്ക് ഇതിനെ ഫുള്ള് വർക്കിംഗ് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണ കാണാനൊരു രസമാണല്ലോ. അപ്പോൾ ബ്ലൂടൂത്ത് ഓൺ എന്ന സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ഇപ്പോൾ ഹോൾഡർ ക്ലിപ്പിലൊക്കെ വെച്ചിട്ടുണ്ടോ സ്റ്റാൻഡേർഡ് രസമായിക്കോട്ടെ. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്റ്റ് ആയ ഒരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പാട്ടിട്ടേക്കാണ്. നല്ല വർക്കിംഗ് ആണ്. അപ്പം പൊള്ളിയിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.